ഏവർക്കും ട്രാഫിക് മല്ലൂരിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നാളത്തെ ട്രേഡിംഗ് പ്ലാനിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റിന്റെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. എന്നാൽ നാളെ ഈ ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഷോർട്ട് ചെയ്യും. നല്ലൊരു ടാർഗറ്റ് ഞാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അതിന് വലിയ റീസൺ പറയാം. അതുപോലെ തന്നെ ഒരു കോൾ സൈഡിലൊരു ഓപ്പർച്യൂണിറ്റി അതേപോലെ തന്നെ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് വിശദമായിട്ട് നാളത്തെ ഇൻട്രാഡേ ലെവൽസ്, ഓക്കെ, നാളെ ഏത് സപ്പോർട്ടായിട്ട് നല്ല റെസിസ്റ്റൻസ് ആക്റ്റീവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രെൻഡിനനുസരിച്ച് നമുക്ക് എങ്ങനെ എൻട്രി എടുക്കണം, ഇതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി ഞാൻ ഇന്നത്തെ ഈ ഏരിയ ഒരു എൻട്രി എടുത്തിരുന്നു. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് മാർക്കറ്റിൽ ഉണ്ടാകുന്നുണ്ട്. ബഡ്ജറ്റ് വന്നതിന് ശേഷം നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാകാം. ലാസ്റ്റ് അമേരിക്കയിലെ റിസഷൻ ഡേറ്റ വന്നതിന് ശേഷം അതിനുശേഷം മാർക്കറ്റ് ഓൾറെഡി അമേരിക്കയിൽ തന്നെ 2%, 3% എല്ലാം നല്ലൊരു ഫോൾ തന്നു. അതുപോലെ തന്നെ ജപ്പാൻ മാർക്കറ്റിൽ നല്ലൊരു 37 വർഷത്തെ ഒരു ടാർഗറ്റ്, 37 വർഷത്തെ ഒരു ഇത് ക്രോസ് ചെയ്തുകൊണ്ട് നല്ലൊരു സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാവരും എക്സ്പെക്ടേഷൻ ആയിരുന്നു മാർക്കറ്റിൽ ഇന്ന് നല്ലൊരു സെല്ലിംഗ് ഉണ്ടാവും. അപ്പം എല്ലാവർക്കും എക്സ്പെക്ടേഷൻ ഉള്ളപ്പോൾ മാർക്കറ്റ് ഒബിയസ്ലി ഗ്യാപ് ഡൗൺ തന്നു. അപ്പോൾ ഒബിയസ്ലി എല്ലാവരും അവരുടെ പൊസിഷൻസ്, റീറ്റെയിലേഴ്സ് എല്ലാം പാനിക്കാണ്. അപ്പം എല്ലാം അത്രയ്ക്കാണ് ന്യൂസ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നല്ല രീതിയിൽ ഇവിടെ സിറിയയിൽ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഉക്രൈൻ റഷ്യയിലെ വാർ കുറച്ചും കൂടി ടഫ് ആവുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലൊരു പ്രത്യേകിച്ച് ഒരു യുദ്ധം പെട്ടെന്ന് അല്ലെങ്കിൽ മൂന്നാം മഹായുദ്ധമൊക്കെ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. നമ്മളൊരു ന്യൂസും മാധ്യമങ്ങളിലെ ന്യൂസുകളിൽ എല്ലായിടത്തും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന സെന്റിമെന്റ്സിനനുസരിച്ച്, അപ്പോൾ ആ മാർക്കറ്റ് അതിനനുസരിച്ച് തന്നെ ഇന്ന് ബിഹേവ് ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം നിയർലി നോക്കുക, ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം 700 പോയിന്റ് ഒരു ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം എക്സാക്ട് ഈ ഏരിയയിൽ നിന്ന് റിജക്ഷൻ എടുത്തുകൊണ്ട് നല്ലൊരു ക്ലിയർ റെസിസ്റ്റൻസ് ആണ്. നേരത്തെ ഒരു റെസിസ്റ്റൻസ് ആക്ട് ചെയ്ത സ്ഥലമാണ്. അതിന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തും അവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ സ്ലോ ആൻഡ് സ്റ്റഡി താഴ്ത്തു വരികയാണ്. ഇതിപ്പോൾ ഇന്നൊരു റീറ്റെയിലിന്റെ ഫ്ലേവറിൽ വരുന്ന മാർക്കറ്റായിരുന്നു, കണ്ടിന്യൂ താഴ്ത്തോട്ട് വരികയായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ വോളിയം ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടുത്തെ പോകുന്ന വോളിയം എല്ലാം കണ്ടിന്യൂസ്ലി ഈ ഒരു ഏരിയയിൽ എത്തിയതിനു ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ്ലി ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. വോളിയം എല്ലാം ഡിക്ലൈൻ ആകുകയാണ്. അപ്പോൾ ഞാനിവിടെ എന്തുകൊണ്ട് ഈ ഏരിയ ഒന്ന് ബൈ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ മാർക്കറ്റ് ഒരു എൻഗൾഫിങ്, ഈ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്തു, അതേപോലെ തന്നെ വോളിയം എൻഗൾഫ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിനെ മാർക്ക് ചെയ്തു. തിരിച്ച് ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബേസ് ഒരു എൻട്രി വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തു മാർക്കറ്റ് താഴ്ത്തു വന്നു. ഈ ഡിമാൻഡ് സോണിൽ എത്തിയത് ഈ മാർക്കറ്റ് ക്വിക്കായിട്ട് മുകളിലോട്ട് മൂവായി. ഏകദേശം 110-130 പോയിന്റിന്റെ മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റി. ബട്ട് എനിക്ക് ചെറിയൊരു പ്രോഫിറ്റ് മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് പെട്ടെന്ന് തന്നെ ഇത് ഡീക്കേ ആയി. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, 50,525 തൊട്ട് 50,600 റേഞ്ച് വരെയൊക്കെ മാർക്കറ്റ് ഒന്ന് ക്രോസ് ചെയ്യാൻ സാധ്യതയാണ്. ഇങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ബിക്കോസ് ഈ വന്ന സെല്ലേഴ്സ് കണ്ടിന്യൂ റീറ്റെയിലേഴ്സിന്റെ ഫേവറിൽ വന്ന മാർക്കറ്റാണ്. സോ ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ഈ ഒരു ബ്രേക്ക് ചെയ്യണം, ഞാൻ ഇവിടുന്ന് ഷോർട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ. ഇത് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. മുകളിലോട്ടൊന്ന് പുഷ് ചെയ്തതിനു ശേഷം താഴത്ത് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പം ഇപ്പൊ ഈ ഒരു ഏരിയ നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ ഒരു ഏരിയ 50,523 തൊട്ട് 50,581 ഈ ഒരു ഏരിയ എന്തായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പൊ സോ ഈ ഏരിയ ചെന്ന് റെസിസ്റ്റൻസ് എടുത്ത് സെല്ല് ചെയ്യുന്ന പോലെ കാണിക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടുന്ന് ഈ ഒരു ഏരിയ എവിടെയെങ്കിലും വീക്ക്നെസ് സ്പോട്ട് ചെയ്ത് ഒരല്പം മുകളിലോട്ടൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. അതായത് മുകളിലോട്ട് ഇങ്ങനെ ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒന്ന് കാണിക്കുക. മാർക്കറ്റ് ഇവിടുന്ന് സ്ലോ ആൻഡ് സ്റ്റഡി ഇതിനെ അപ്രോച്ച് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു അപ്രോച്ചാണ് ചെയ്യുന്നതെങ്കിൽ, ഇവിടുന്ന് ഞാൻ ബൈ ചെയ്ത്, ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ബൈ ചെയ്തിട്ട് കോൾ സൈഡിലോട്ട് ബൈ ചെയ്ത് മുകളിലോട്ട്, ഓക്കെ, ഇവിടുന്ന് ഞാൻ മുകളിലോട്ട് ഒരു ചെറിയൊരു സ്പൈക്കിന് വേണ്ടിയിട്ട്, ഓക്കെ, ഒരു 200-300 പോയിന്റിന്റെ സ്പൈക്കിന് വേണ്ടിയിട്ട് ഞാൻ എൻട്രി എടുക്കുന്നതായിരിക്കും. അതർവൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലെത്തി, ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിലെത്തി മാർക്കറ്റ് സ്ലോ ആൻഡ് നേരിട്ട് ഇതിനെ വന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ ഏരിയയിൽ നിന്ന് താഴത്തോട്ട് ഇതേപോലെ നല്ലൊരു
ക്വിക്ക് ഫോൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ബിക്കോസ് റീറ്റെയിലേഴ്സിനെ അറിയിച്ചുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റിൽ വന്നത്. ഓക്കെ, മാർക്കറ്റ് താഴത്തോട്ട് വന്നത്. അപ്പോൾ റീറ്റെയിലേഴ്സിനെ ഒന്നും ഒരിക്കലും മാർക്കറ്റ് കൊണ്ടുവരാൻ, കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കൂടെ കൊണ്ടുപോകാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതുകൊണ്ട് തന്നെ അവരെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മാർക്കറ്റ് ഇതിന് ഏരിയയിൽ തന്നെ ഒന്ന് രണ്ട് ദിവസം കളിക്കാനും സാധ്യത കൂടുതലാണ്. ബട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ട്. പക്ഷെ ഇത് ഇപ്പം റീറ്റെയിലറിന്റെ ഫേവറിലാണ് വരുന്നത്. മേ ബി ഒന്നോ രണ്ടോ ദിവസം മേ ബി റീറ്റെയിലിന്റെ ഫേവറിൽ വരാം. അതിനുശേഷം അവരെ ട്രാപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് മാത്രം എൻട്രി എടുക്കുക. നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. 49,852, ഓക്കെ, 50,000 ഈ ഒരു 200 പോയിന്റിന്റെ റേഞ്ച് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് ഈ ഏരിയ തന്നെ ടൈം പാസ് ചെയ്ത് താഴ്ത്തു വരാൻ സാധ്യതയുണ്ട്. അതായത് ഇവിടുന്ന് ഇങ്ങനെ, അപ്പൊ ഇതിനെ ഉണ്ട്, ഇതിപ്പോ ഒരു ബ്രേക്ക് ഡൗൺ ആണ്. അപ്പൊ ഈ ബ്രേക്ക് ഡൗണിൽ നിങ്ങൾ ഒരിക്കലും ചാടിക്കേറി എൻട്രി എടുക്കരുത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഇപ്പൊ ചാനൽ ബ്രേക്ക് അല്ലേ, ചാനലിന്റെ ഒരു ഇതാണ്, ചാനലിനകത്താണ് മാർക്കറ്റ്. ഇപ്പൊ നോക്കുക, മാർക്കറ്റ് ഇതൊരു ചാനലിനകത്താണ്. അപ്പൊ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഡൗൺ തരികയാണെന്നേരം നിങ്ങൾ ചാടിക്കറി എൻട്രി എടുക്കരുത്. ബിക്കോസ് ഇതൊരു സപ്പോർട്ട് സോണാണ്. അപ്പൊ ഇതൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ, അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് മേലോട്ട് പോകാനും സാധ്യതയാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക, അത് ഓർക്കുക, ആ കാര്യം മാത്രം ഓർക്കുക. ബിക്കോസ് അങ്ങനെയാണ് ട്രാപ്പിംഗ് ഇവിടെ കൂടുതലും നടക്കുന്നത്. അല്ലാതെ അതർവൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് താഴെ കണ്ടിന്യൂ മാർക്കറ്റ് ഈ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുക്കുന്നു, പിന്നെയും മുകളിലോട്ട് പോകുന്നു, ഈ ഏരിയയിൽ പിന്നെയും വരുന്ന ഈ ടൈം പാസ് ചെയ്യാൻ മാർക്കറ്റ് ഇങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. മാർക്കറ്റ് ഇതൊരു സപ്പോർട്ടിൽ ഒരു വട്ടം വന്നു. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് സോൺ ആയിരുന്നു. ഇവിടുന്ന് ബാലൻസ് ഡിമാൻഡ് സോണിനെ എടുത്തു. മേ ബി ഇവിടുന്ന് ഒന്നുകൂടി വന്നിട്ട്, അല്ലെങ്കിൽ മേ ബി ഒന്ന് ജസ്റ്റ് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക. അത് കഴിഞ്ഞാൽ താഴത്തൊരു നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യുന്നത് ഇതാണ് 49,200, 280 പ്ലസ് ഈ ഒരു ഏരിയ 49,448. ഇതൊരു നല്ലൊരു വൈഡ് ആയിട്ടുള്ളൊരു സോണാണ്. അപ്പൊ ഇതിനെയൊക്കെ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് പോകണമെങ്കിൽ റെസിസ്റ്റൻസ് ഇതാണ്. ഇതും ഈ ലാസ്റ്റ് ഡേയിൽ 50,921. അപ്പൊ ഈ ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കാൻ വളരെയധികം സാധ്യതയാണ്. ഈ ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കാൻ വളരെയധികം സാധ്യത കൂടുതൽ. ഈ വരുന്ന ആഴ്ച മാർക്കറ്റ്, അല്ലെങ്കിൽ ഈ വരുന്ന എക്സ്പയറി, ഇതിനകത്ത് ട്രേഡ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിനനുസരിച്ചായിരിക്കും സഡൻ ഫോൾസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, സഡൻ മൂവ്, ഒരു ക്വിക്ക് മൂവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എൻട്രി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം ഇതിപ്പോ ഒരു ഇത് നടക്കുന്നതുകൊണ്ട്, ഈവൻസ് നടക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം ഈവൻസ് അല്ല, ഒരു ന്യൂസ് ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വോളിയം ഡിക്ലൈൻ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ലാസ്റ്റിൽ ഒരു സ്പൈക്ക് ഇങ്ങനെ മുകളിലോട്ട് വരുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിക്കുക. ഈ ഫോളൊക്കെ വരുന്നത് ആരും അറിയിക്കാതെയാണ് ഫോൾ വരുന്നത്. അല്ലാണ്ട് എല്ലാവരും അറിയിച്ചുകൊണ്ട് മാർക്കറ്റ് മൂവ് ആക്കിയാണ്. അത് 1, 2, 3 ദിവസമൊക്കെ മൂവ് ആകുകയുള്ളൂ, അല്ലെങ്കിൽ മേ ബി ഒരാഴ്ചയൊക്കെ മൂവ് ആകുകയുള്ളൂ. ഓക്കെ, റീറ്റെയിലിന്റെ ഫേവറിൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ റീറ്റെയിലിന്റെ ഫേവറിൽ തന്നെ പോവുകയാണ്. റീറ്റെയിലറിനെ എൻട്രി എടുക്കാൻ അവസരം കൊടുത്തുകൊണ്ട് ഇങ്ങനെ എൻഡെയർ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അതായത് ഓരോ ലോ ബ്രേക്ക് ചെയ്യുന്ന ശേഷം മാർക്കറ്റ് കണ്ടിന്യൂ താഴ്ത്ത് തന്നെ പോവുകയാണെങ്കിൽ അതിനർത്ഥമില്ല. ബിക്കോസ് അതൊരു ട്രാപ്പിംഗ് ആണ്. ഓക്കെ, അത് 1-2 ദിവസം അവസരം കൊടുക്കുകയാണ് റീറ്റെയിലേഴ്സിന് എൻട്രി പൈസ ഉണ്ടാക്കാനായിട്ടുള്ള. അതിനുശേഷം അവരെ ക്യുക്കായിട്ട് സഡൻ ക്യുക്ക് മൂവ്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾ ന്യൂസിന്റെ ഒന്നും പുറകെ പോകാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ന്യൂസൊക്കെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കും. ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. എനിവേ, അടുത്ത വീഡിയോയിൽ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.